بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാമികമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണാനും വിശകലനം ചെയ്യാനും പരിഹാരം നിർദ്ദേശിക്കാനുമാണ് സ്ത്രീപീഡനങ്ങൾ കാരണങ്ങളും പ്രതിവിധിയും എന്ന പ്രതിവിധികളും എന്ന തലക്കെട്ടിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സമൂഹം വളരെ പ്രാധാന്യത്തോടുകൂടെ അതിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ആ പ്രശ്നങ്ങൾ അത് കെട്ടടങ്ങുന്നതോടുകൂടെ ഒരാഴ്ചത്തെയോ രണ്ടാഴ്ചത്തെയോ അതിൻ്റെ ന്യൂസ് വാല്യൂ തീരുന്നതോടുകൂടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് സമൂഹം പിറകോട്ട് പോവുകയും പിന്നീട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ചർച്ചകൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളത്. നിരന്തരമായി സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും വ്യാപിക്കുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ആളുകളെല്ലാം ആ വിഷയങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെപ്പറ്റിയുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ഇവിടെ നിരന്തരമായി ആളുകൾ ശ്രമിക്കുന്നത് ഉത്തരവാദപ്പെട്ട സ്രോതസ്സുകളിൽ നിന്ന് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളും കേൾക്കുന്നത് പത്രവാർത്തകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന ഈ പ്രശ്നങ്ങളെപ്പറ്റി മാത്രമാണ്. പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുകയും അത് കേൾക്കുന്ന ആളുകളും വായിക്കുന്ന ആളുകളും ഏറ്റുപറയുകയും നിരന്തരമായി പ്രശ്നങ്ങൾ പരസ്പരം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതിലുപരിയായി അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ആലോചിക്കാത്ത, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കാത്ത, അത് ചർച്ച ചെയ്യാത്ത, കാരണങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ, കാരണങ്ങളെപ്പറ്റി പറയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാനില്ലാത്ത വലിയൊരു ശൂന്യതയാണ് ഈ രംഗത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലുള്ളത്. മനുഷ്യരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തേക്കുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികമായ കെട്ടുറപ്പിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ്.
അതുകൊണ്ട് തന്നെ ധാർമ്മികമായ കെട്ടുറപ്പുള്ള ഒരു സമൂഹം നിലനിൽക്കാനും മുന്നോട്ടു പോകാനും സ്ത്രീകൾ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ എന്താണ്, പുരുഷന്മാർ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ എന്താണ്, സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്നിടത്ത് പാലിക്കപ്പെടേണ്ടുന്ന നിയമങ്ങൾ എന്താണ്, സ്വന്തം സ്ത്രീകളോട് പുരുഷന്മാരോട് എങ്ങനെയാണ്, അന്യ സ്ത്രീ പുരുഷന്മാരോട് എങ്ങനെയാണ് എന്നെല്ലാം തുടങ്ങി മനുഷ്യലോകത്ത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നിലനിൽക്കേണ്ടുന്ന മാനവികമായ സൽഗുണങ്ങളെ നിലനിർത്താനും പരിപോഷിപ്പിക്കാനും വളർത്തിയെടുക്കാനും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, ഏറെ ഗൗരവത്തോടുകൂടെ സമൂഹത്തെ അതിനെപ്പറ്റി ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിലവിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തനിയാവർത്തനം പറച്ചിലല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിഷയം അവതരിപ്പിക്കുമ്പോഴും തുടർന്നുള്ള ചർച്ചയിലും എന്താണ് ഈ പ്രശ്നമെങ്കിൽ ആ പ്രശ്നത്തെ കൃത്യമായി അവലോകനം ചെയ്യാനും അതിനുള്ള കൃത്യമായ മാനവികമായ ധാർമ്മികമായ പരിഹാരം എന്താണെങ്കിൽ സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്രദമായ രീതിയിൽ ആ പരിഹാരത്തെക്കുറിച്ച് ഉറക്കെ ആലോചിക്കാനും അത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുമാണ് സ്നേഹസംവാദം മാസിക ഇത്തരത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയാവതരണവും അതിനെ തുടർന്നുകൊണ്ടുള്ള തുറന്ന ചർച്ചയും സദസ്സിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അടങ്ങുന്ന ഒരു തുറന്ന ചർച്ചയുമാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ സഹോദരൻ മുസ്തഫ തൻവീറിനെ ആദരവോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സ്ത്രീപീഡനം കാരണങ്ങളും പ്രതിവിധികളും എന്ന തലക്കെട്ടിൽ സ്നേഹസംവാദം റീഡേഴ്സ് ഫോറം സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹസംവാദത്തിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അവിടെ ഒരു സിനിമാ ഹാളിൽ നിന്ന് സിനിമാ പ്രദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു പെൺകുട്ടിയും അവരുടെ ആൺസുഹൃത്തും അവർ കയറിയ ഒരു ബസ്സിൽ വെച്ച് അതിക്രൂരമായ മാനഭംഗത്തിനിരയാവുകയും വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ദുരന്തപൂർണമായൊരു സംഭവം നമ്മുടെ ആരുടെയും മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലാത്തൊരു സമയമാണിത്. ആ പെൺകുട്ടിയും കൂട്ടമാനഭംഗത്തിന് ഇരയാക്കപ്പെട്ട ആ സഹോദരി 13 ദിവസം സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ജീവനു വേണ്ടി പണിപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കിടന്ന സമയത്ത് ഇന്ത്യയുടെ മൊത്തം മനസ്സാക്ഷി ആ പെൺകുട്ടിയുടെ കൂടെയായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയുടെ തെരുവ് വീഥികൾ സാക്ഷിയായി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാനമില്ലാതെ, ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കാതെ, പ്രത്യേകിച്ചൊരു നേതൃത്വവുമില്ലാതെ സിംഗപ്പൂരിൽ ജീവനു വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മാനഭംഗത്തിനിരയായ സഹോദരിയെ ഒരു പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് 2 ആഴ്ചക്കാലം ഡൽഹിയുടെ തെരുവ് വീഥികളിൽ അവിടെയുള്ള ചെറുപ്പക്കാരികളും നിറയുകയും ഭരണകൂടത്തിനു മുമ്പിൽ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് പത്രമാധ്യമങ്ങളിലൊക്കെ നാം വായിച്ചതാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും അറബ് വസന്തത്തോടനുബന്ധിച്ച് ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളോട് പോലും താരതമ്യപ്പെടുത്തുന്ന വിധത്തിൽ വളരെ വ്യാപകമായ ജനപങ്കാളിത്തത്തോടുകൂടി അരങ്ങേറിയ ഒരു പ്രതിഷേധമായിരുന്നു ഇത്. ഈ പ്രതിഷേധത്തിൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാണ്. നേരിട്ടാണെങ്കിലും അല്ലെങ്കിലും
ആ പ്രതിഷേധക്കാരുടെ മനസ്സിനകത്ത് ജ്വലിച്ച വികാരങ്ങൾ നമ്മുടെ കൂടി വികാരങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മാനഭംഗം ചെയ്യപ്പെടുക എന്നത്, ബലാത്സംഗം ചെയ്യപ്പെടുക എന്നത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമല്ല. അനേകം തവണ ഈ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിന് സവിശേഷമായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അവ പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുകയും അത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു വിദ്യാസമ്പന്നരായ യുവതയുടെ മനസ്സിൽ വലിയ പ്രതിഷേധം ജ്വലിപ്പിക്കുകയും അവർ ആ പ്രതിഷേധാഗ്നി തെരുവുകളിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്തു എന്ന് മാത്രമേയുള്ളൂ. പക്ഷേ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഏത് ആൾക്കൂട്ടവും ഒരു പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമ്പോൾ തമസ്കരിക്കപ്പെടുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. ഡൽഹിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, മൂടിവെക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഡൽഹിയുടെ തെരുവുകളിൽ നിറഞ്ഞ ആൾക്കൂട്ടം ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഭരണകൂടത്തിനാണ് എന്ന് സ്ഥാപിക്കുകയും ഭരണകൂടം കുറ്റവാളികൾക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ ഇത്തരം ഒരു സംഭവത്തിന്റെ ഉത്തരവാദി ഒന്നാമതായി അത് ചെയ്തയാളുകളും രണ്ടാമതായി അത് തടയാൻ കഴിയാതിരുന്ന ഭരണകൂടവുമാണ് എന്നും ഈ സംഭവത്തെ പ്രതിരോധിക്കേണ്ടത് ആ കുറ്റവാളികളോട് പ്രതികാരം ചെയ്തുകൊണ്ടാണ് എന്നും സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രതിഷേധങ്ങൾ. എന്നാൽ ഈ സംഭവങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവർക്കറിയാം, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങളിലെല്ലാം ഈ പ്രതിഷേധക്കാർക്കടക്കം പങ്കുണ്ട് എന്ന്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ചെറുതോ വലുതോ ആയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങളിൽ മുഴുവൻ ഒരു പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് ഒരുപക്ഷെ ഇതിനെതിരെയുള്ള ശരിയായ പ്രതിരോധ നടപടികൾ ആരംഭിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ഒരു മാനഭംഗം നടന്നു എന്ന് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്ത് നടന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീക്കു നേരെ ഒരു പുരുഷൻ അതിക്രമം പ്രവർത്തിക്കുന്നു. ഒന്നാമതായി ആ സ്ത്രീയുടെ ശരീരത്തിനുമേലും രണ്ടാമതായി ആ സ്ത്രീയുടെ ലൈംഗികാവകാശങ്ങൾക്കുമേലും മറ്റൊരു പുരുഷൻ കൈവക്കുന്നു. ആ പുരുഷന് സ്ത്രീയേക്കാൾ ശക്തിയുണ്ട് എന്നതാണ് അത്തരം ഒരു കൈവക്കലിന്റെ ആധാരം. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ശക്തിയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ മേൽ കൈവക്കുകയും അയാളെ തനിക്കിഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുകയും പലപ്പോഴും അയാളെ വധിക്കുകയും വരെ ചെയ്യുന്ന ക്രൂരമായ സംഭവങ്ങളാണ് മാനഭംഗങ്ങളും ബലാത്സംഗങ്ങളുമായി നാം പത്രങ്ങളിൽ വായിക്കുന്നത്. ഇവിടെ നാം അടിസ്ഥാനപരമായി ചോദിക്കേണ്ട ചോദ്യം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നാണ്. മനുഷ്യർക്ക് എങ്ങനെയാണ് മറ്റു മനുഷ്യരുടെ മേൽ കൈവക്കാൻ, അതിക്രമങ്ങൾ നടത്താൻ, അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ കഴിയുന്നത്? പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും വസ്തുനിഷ്ഠമായി വായിച്ചവർക്ക് വിഷയകമായി ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പ്രപഞ്ചനാഥൻ മനുഷ്യർക്കായി നൽകിയ അധ്യാപനങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മേൽ കൈവക്കാൻ തുനിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്കെല്ലാം അറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനപരമായ രണ്ട് ആശയങ്ങൾ, ഒന്നാമത്തേത് തൗഹീദും രണ്ടാമത്തേത് ആഖിറത്തുമാണ്. സംശുദ്ധമായ ഏകദൈവ വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള കലർപ്പില്ലാത്ത പ്രതീക്ഷയുമാണ് മാനവരാശിക്ക് മുമ്പിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി സമർപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാമിന്റെ തൗഹീദിനെ കുറിച്ച്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഏറെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന് അത്രയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത മാനവികമായൊരു തലമുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. ദൈവം ഏകനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മനുഷ്യർ ഒന്നാണെന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളായിട്ടാണ്.
നിങ്ങളെ വ്യത്യസ്ത ഗോത്രക്കാരും ഭാഷക്കാരുമെല്ലാമാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ, പ്രപഞ്ചനാഥന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ വളരെയധികം തവണ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ പ്രസംഗവേദികളിൽ നിന്ന് കേരളത്തിലെ അമുസ്ലിം സഹോദരങ്ങളടക്കം കേട്ടിട്ടുള്ള ഒരു ഖുർആൻ സൂക്തമാണിത്. ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ് മനുഷ്യരെല്ലാവരും എന്ന തത്വം. പക്ഷേ ആ തത്വത്തിന് അതിവിശാലമായ അർത്ഥതലങ്ങളുണ്ട്. ലോകത്തിന് ഒരു ദൈവം മാത്രമേയുള്ളൂ. ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ് മനുഷ്യരെല്ലാവരും. അത് ശക്തിയുള്ളവനായാലും ശക്തിയില്ലാത്തവനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ആണായാലും പെണ്ണായാലും പടച്ചതമ്പുരാന്റെ സൃഷ്ടികളാണ്. പടച്ചതമ്പുരാന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് ഇവരെല്ലാവരും സമന്മാരാണ്. ശക്തിയുള്ളവന് ശക്തിയില്ലാത്തവന്റെ മേൽ പ്രത്യേകമായ എന്തെങ്കിലും അവകാശങ്ങളില്ല. ശക്തിയില്ല എന്ന പേരിൽ, അബലയാണ് എന്നതിന്റെ പേരിൽ, ദുർബലനാണ് എന്നതിന്റെ പേരിൽ അയാൾക്കുമേൽ കൈവക്കാൻ ബലമുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അവകാശങ്ങളില്ല. എന്നെപ്പോലെ ദൈവം സൃഷ്ടിച്ച, എന്നെപ്പോലെ അവകാശങ്ങളുള്ള, എന്നെപ്പോലെ ഈ മണ്ണും വിണ്ണും അവകാശപ്പെട്ട ഒരു സഹോദരനോ സഹോദരിയോ ആണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നും അയാളുടെ ഒരവകാശത്തിനുമേൽ ഞാൻ കൈവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്നെപ്പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അയാൾ എന്ന വസ്തുത ഞാൻ മറക്കുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള പാഠങ്ങൾ ഇസ്ലാം മനുഷ്യരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഇവിടെ അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മാനവ സാഹോദര്യത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ കാണാൻ നമുക്ക് കഴിയണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ പറഞ്ഞ കാര്യം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പടച്ചതമ്പുരാന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലെ ധർമ്മനിഷ്ഠയുള്ളവരാണ് എന്നാണ്. വലിയൊരു തത്വമാണത്. എന്നേക്കാൾ ശക്തി കുറഞ്ഞവനാകാം, എന്റെ എത്ര ബലമില്ലാത്തവനാകാം, എന്റെ എത്ര തിണ്ണമിടുക്കില്ലാത്തവനാകാം, പക്ഷേ ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥന്റെ മുമ്പിൽ ഒരുപക്ഷെ എന്നേക്കാൾ വിലയുള്ളത് അയാൾക്കായിരിക്കും. ഈ തിരിച്ചറിവ് മനുഷ്യനിൽ വിനയം നിറക്കുകയാണ്. പടച്ചതമ്പുരാന്റെ ഏത് സൃഷ്ടിയാണെങ്കിലും ശരി, ഒരുപക്ഷെ കായിക ബലം കൊണ്ട്, ശാരീരിക ശേഷി കൊണ്ട് എന്റെ എത്ര വരില്ലെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ, പ്രപഞ്ചനാഥന്റെ ദൃഷ്ടിയിൽ എന്നേക്കാൾ വലുത് അയാളായിരിക്കാമെന്നും അതുകൊണ്ട് തന്നെ അയാൾക്കുമേൽ കൈവെക്കുന്നത് പടച്ചതമ്പുരാന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കുമെന്നുമുള്ള തിരിച്ചറിവുകളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തം നമ്മുടെ എല്ലാം മനസ്സുകൾക്കകത്തേക്ക് നിക്ഷേപിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പരലോക വിശ്വാസമാകട്ടെ മനുഷ്യരെ ഈ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. പരലോക വിശ്വാസത്തിന്റെ കാതൽ മരണാനന്തര ജീവിതത്തിൽ ഇവിടെ വെച്ച് നാം ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും എന്ന തത്വമാണ്. ഇഹലോകത്ത് വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മുടെ കയ്യൂക്ക് കൊണ്ട് അയാളുടെ മേൽ നാം ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ പടച്ചതമ്പുരാൻ അത് വിചാരണ ചെയ്യുകയും കൃത്യമായി ശിക്ഷ വിധിക്കുകയും ചെയ്യും എന്ന പാഠം മനസ്സിലേക്ക് കടക്കുന്നതോടുകൂടി എത്ര സന്ദർഭങ്ങളും എത്ര അവസരങ്ങളും എത്ര ശക്തിയും സ്വന്തമായുണ്ടെങ്കിലും മറ്റൊരാൾക്ക് നേരെ ഒരു അതിക്രമം കാണിച്ചാൽ, അയാളുടെ ശരീരത്തിൽ കൈവച്ചാൽ പടച്ചതമ്പുരാൻ നാളെ ചോദിക്കും എന്ന ഭയം മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് വിചാരങ്ങൾ, ഒന്നാമതായി എല്ലാ മനുഷ്യരും എന്നെ പോലെ തന്നെയാണ് എന്നും പടച്ചതമ്പുരാന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അവർക്ക് എന്നേക്കാൾ വിലയുണ്ടാകാമെന്നും അവരുടെ മേൽ ഞാൻ കൈവെക്കുന്നത് പടച്ചതമ്പുരാന്റെ ഏകോദര സൃഷ്ടികളാണ് മനുഷ്യർ എന്ന തത്വത്തിന് തന്നെ എതിരാണ് എന്നും മനസ്സിലാക്കുന്ന ഒരാൾക്ക്, അതോടൊപ്പം ഞാൻ ചെയ്യുന്ന അതിക്രമത്തിന് പടച്ചതമ്പുരാന്റെ അടുക്കൽ പരലോകത്ത് കണക്ക് പറയേണ്ടി വരും എന്ന ഭയപ്പാടുള്ള ഒരാൾക്ക് മറ്റൊരു മനുഷ്യന്റെ മേൽ കൈവെക്കാനോ അതിക്രമങ്ങൾ നടത്താനോ ഒരിക്കലും സാധിക്കില്ല എന്നതാണ് സത്യം. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ തൗഹീദിന്റെയും ആഖിറത്തിന്റെയും ഭൂമികളിൽ നിന്നുകൊണ്ടാണ് സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങളെ നാം നോക്കിക്കാണേണ്ടത്. നമുക്കെല്ലാം അറിയാം, പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പടച്ചതമ്പുരാന്റെ സൃഷ്ടികളാണ് സ്ത്രീകൾ എന്ന് പഠിപ്പിക്കുന്നു. പുരുഷന്മാരെ പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികൾ, സവിശേഷമായ ലക്ഷ്യത്തോടുകൂടി പ്രപഞ്ചനാഥൻ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചവർ. ഇവിടെയാണ് ചോദ്യം. പുരുഷന്മാരായ നമ്മൾക്ക് ജീവൻ തന്ന, പുരുഷന്മാർക്ക് വായുവും വെള്ളവും കൊടുത്ത, പുരുഷന്മാർക്ക് ജനിക്കാനും ജീവിക്കാനും അവസരം നൽകിയ അതേ പടച്ചതമ്പുരാൻ തന്നെയാണ് സ്ത്രീകളെ സൃഷ്ടിച്ചതും
അവർക്ക് ജനിക്കാൻ അവസരം നൽകിയതും അവർക്ക് ഭക്ഷണവും വായുവും വെള്ളവും കൊടുത്തതും. ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു കൂട്ടർ ശാരീരികമായി ശക്തരും മറ്റവർ അശക്തരുമാണ് എന്നതിന്റെ പേരിൽ പുരുഷന് സ്ത്രീക്കുമേൽ ബലപ്രയോഗം നടത്താം എന്നൊരു സിദ്ധാന്തം പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിപൂർണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിന്റെയും ആഖിറത്തിന്റെയും അതിൽ നിന്നുണ്ടാകുന്ന മാനവിക സാഹോദര്യം എന്ന സങ്കല്പത്തിന്റെയും കടക്കൽ കത്തിവെക്കുകയാണ് സഹോദരിമാർക്ക് മേൽ കൈവെക്കുന്നവർ ചെയ്യുന്നത് എന്നതാണ് വസ്തുത. പുരുഷന്മാരെ പോലെ ദൈവം സൃഷ്ടിച്ച സ്ത്രീകൾക്കുമേൽ അവരെക്കാൾ ശക്തിയുണ്ട് എന്നതിന്റെ പേരിൽ, അവരെക്കാൾ ഊക്കുണ്ട് എന്നതിന്റെ പേരിൽ കൈവെക്കാൻ ഏതാണിനാണ് അവകാശമുള്ളത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തൗഹീദും ആഖിറത്തും ഉയർത്തുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കൃത്യമായി കഴിയേണ്ടതുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്ത്രീകളെ പ്രപഞ്ചനാഥൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന വസ്തുത. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ജൈവികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രപഞ്ചനാഥൻ വ്യത്യാസം കൽപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. നമുക്കറിയാം, ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അറേബ്യ ഏറ്റവും സ്ത്രീ വിരുദ്ധമായൊരു സമൂഹമാണ്. പെൺകുട്ടികൾ ജനിച്ചാൽ ജീവനോടുകൂടി പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ ജീവനോടുകൂടി കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾ നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമെന്നും എന്ത് കുറ്റം ചെയ്തിട്ടാണ് കുഴിച്ചുമൂടപ്പെട്ടത് എന്ന് അവരോട് പടച്ചതമ്പുരാൻ ചോദിക്കുമെന്നും ആ ചോദ്യത്തിന് നിരപരാധരായ തങ്ങളെ കുഴിച്ചുമൂടിയ പിതാക്കളെ കുറിച്ച് പെൺമക്കൾ മറുപടി പറയുമെന്നും ആ മറുപടിക്ക് ശേഷം പെൺകുട്ടികളെ, നിരപരാധികളായ നിഷ്കളങ്കരായ പെൺകുഞ്ഞുങ്ങളെ ജീവനോടുകൂടി കുഴിച്ചുകൂടിയ പിതാക്കളെ പടച്ചതമ്പുരാൻ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കുമെന്ന് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ നാൾ തൊട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും അതിശക്തമായി ശബ്ദിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവ സാഹോദര്യത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പുരുഷൻ സൃഷ്ടിക്കപ്പെട്ട അതേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അവന്റെ ഇണയാണ് സ്ത്രീ എന്ന തത്വം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. ആ രക്ഷിതാവ് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചവനാണ്. ആ പുരുഷന്റെ ആത്മാവിൽ നിന്ന് തന്നെ പെണ്ണിനെയും പടച്ചവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. പുരുഷനെ സൃഷ്ടിച്ച പുരുഷന്റെ ആത്മാവിൽ നിന്നു തന്നെ സൃഷ്ടിക്കപ്പെട്ട അവന്റെ ഇണയാണ് സ്ത്രീ എന്ന ബോധം കൈവരുത്തി ആ സ്ത്രീ അബലയാണ്, ദുർബലയാണ് എന്നതിന്റെ പേരിൽ അവൾക്ക് മേൽ അതിക്രമങ്ങൾ അടിച്ചുവിടാൻ പുരുഷൻ സന്നദ്ധമാകരുത് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ വിചാരങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ എത്രത്തോളമുണ്ട്? എത്രത്തോളം മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന ബോധം, പരലോകത്ത് പടച്ചതമ്പുരാന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന ബോധം, എന്നെ പോലെ തന്നെ ദൈവം തമ്പുരാന്റെ സൃഷ്ടിയാണ് എന്റെ സഹോദരിമാരായ സ്ത്രീകൾ എന്ന ബോധം, അവർക്ക് മേൽ എന്റെ ബലം പ്രയോഗിച്ച് ഞാനൊരു അതിക്രമം കാണിച്ചാൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന ബോധം നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് അടിസ്ഥാനപരമായി നാം ചോദിക്കേണ്ടത്. ആ വിചാരങ്ങൾ, ആ വികാരങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായതുകൊണ്ടാണ് സ്ത്രീ പീഡനങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം ഈ സന്ദർഭത്തിൽ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് തോന്നുന്നത് സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് തീർച്ചയായും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പറയേണ്ടതുണ്ട് എന്നാണ്. അമേരിക്കയിലെ ബലാത്സംഗത്തിന്റെ കണക്കുകളെ കുറിച്ച് നമുക്കറിയാം. അമേരിക്കയിൽ ബലാത്സംഗം നടക്കുന്നത്, മാനഭംഗം നടക്കുന്നത് 1 മിനിറ്റിൽ 3 മാനഭംഗങ്ങൾ എന്ന തോതിൽ, 1 മിനിറ്റിൽ 3 മാനഭംഗങ്ങൾ എന്ന തോതിൽ സ്ത്രീകൾക്കു നേരെ അതിക്രമങ്ങൾ നടക്കുന്ന പ്രദേശമാണ് അമേരിക്ക. ചോദ്യം എന്തുകൊണ്ടിതുണ്ടാകുന്നു എന്നാണ്. അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഓരോ മിനിറ്റിലും 3 ബലാത്സംഗങ്ങൾ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നത്?
ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിൽ തന്നെയുണ്ട്. അമേരിക്ക ഒരു മുതലാളിത്ത രാഷ്ട്രമാണ്. അമേരിക്കക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് മുതലാളിത്തത്തിന്റെ പ്രചാരണങ്ങളാണ്. ശുദ്ധ ഭൗതികവാദമായ മുതലാളിത്തം ദൈവത്തിലുള്ള വിശ്വാസവും പരലോകത്തെ സംബന്ധിച്ച ബോധവും മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് അടർത്തിയെടുക്കുകയും തന്നെപ്പോലെ തന്റെ സഹജീവികളായ സ്ത്രീകൾക്കുമേൽ തന്റെ കയ്യൂക്ക് പ്രയോഗിച്ചാൽ പടച്ചതമ്പുരാൻ നാളെ ചോദിക്കുമെന്ന ബോധം അവരുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അടിസ്ഥാനപരമായി അവിടെ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത്. അമേരിക്കയുടെ ചരിത്രം വായിക്കുന്നവർക്ക് കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. 1893 അമേരിക്കയിൽ ചിക്കാഗോ വേൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെ കൊളംബിയൻ എക്സ്പോ എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ആ കൊളംബിയൻ എക്സ്പോ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട എക്സിബിഷനിൽ ഈ ചിക്കാഗോ വേൾഡ് എന്ന് പറയുന്ന കമ്പനി അവിടെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബെല്ലി ഡാൻസ് പരസ്യമായി പ്രദർശിപ്പിച്ചു. ഇത് വളരെ ഗൗരവത്തോടുകൂടി നാം കേൾക്കേണ്ട ഒരു ചരിത്രമാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുണിയുരിഞ്ഞ് ഒരു പെണ്ണ് നൃത്തമാടുന്നത് 1893 സംഘടിപ്പിക്കപ്പെട്ട കൊളംബിയൻ എക്സ്പോസിഷനിലാണ്. ഈ കൊളംബിയൻ എക്സ്പോസിഷനിൽ അവിടെ അരങ്ങേറിയ ബെല്ലി ഡാൻസിന് ശേഷം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അനേകം നൃത്ത പരിപാടികൾ, സ്ത്രീ നഗ്നത പ്രദർശിപ്പിക്കുന്ന നൃത്ത പരിപാടികൾ അമേരിക്കയിലുടനീളം അരങ്ങേറി. ഈ നൃത്ത പരിപാടികൾ നടത്തിയതോടുകൂടി പെണ്ണഗ്നതയുടെ പ്രദർശനം ഒരു വലിയ ലാഭകരമായ വ്യവസായമാണ് എന്ന തിരിച്ചറിവ് മുതലാളിത്തത്തിനുണ്ടായി. ആ തിരിച്ചറിവിൽ നിന്നാണ് പോണോഗ്രാഫി ഇൻഡസ്ട്രി പിറക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ സഹോദരിമാരുടെ ശരീരത്തിന്റെ വടിവാർന്ന ചിത്രങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പുരുഷന്റെ കണ്ണുകളെ ലൈംഗികമായി പ്രചോദിപ്പിച്ച് ലാഭം കൊയ്യാൻ കഴിയുമെന്ന് ഈ കൊളംബിയൻ എക്സ്പോസിഷനിൽ നിന്ന് മനസ്സിലാക്കിയ അമേരിക്കയിലെ വൻകിട കമ്പനികൾ പിന്നീട് ചെയ്തത് സ്ത്രീകളുടെ ചിത്രങ്ങൾ, ഈ രീതിയിലുള്ള നഗ്ന ചിത്രങ്ങൾ സുലഭമായി അച്ചടിക്കപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയാണ്. ആ പ്രസിദ്ധീകരണങ്ങൾ ഓരോ അമേരിക്കക്കാരന്റെ കൈകളിലും എത്തി. ഓരോ അമേരിക്കക്കാരന്റെ കൈകളിലും ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ പോണോഗ്രഫിക്ക് അടിമകളാകുന്ന സ്ഥിതിവിശേഷം അമേരിക്കൻ പൗരന്മാർക്ക് വന്നുപെട്ടു. അതിനുശേഷമാണ് ഈ അടുത്ത കാലത്താണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്റർനെറ്റ് ഒരാഗോള പ്രതിഭാസമാകുന്നത്. ഇന്റർനെറ്റ് ആഗോള പ്രതിഭാസമായതോടുകൂടി പുസ്തകങ്ങളിലും മാസികകളിലും ചില ടെലിവിഷൻ സിനിമകളിലും ഒതുങ്ങി നിന്നിരുന്ന പോണോഗ്രാഫി വ്യവസായം ഇന്റർനെറ്റിലേക്ക് പടർന്നു കയറുകയും ഇന്റർനെറ്റിൽ ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടി, വ്യത്യസ്ത തരം ലൈംഗിക പേക്കൂത്തുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുകയും ചെയ്തു. ഓരോ അമേരിക്കക്കാരനും ദിവസവും വെള്ളം കുടിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ പോണോഗ്രാഫി ഇൻഡസ്ട്രി പുറത്തുവിടുന്ന ഇത്തരത്തിലുള്ള അനേകം ചിത്രങ്ങളും ചലച്ചിത്രങ്ങളും കണ്ടുകൊണ്ടാണ് തന്റെ ജീവിതം തള്ളി നീക്കുന്നത്. ഇത് അവരിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്, ആ ഇമ്പാക്റ്റ് എന്താണ് എന്ന് അമേരിക്കയിൽ വളർന്നു വന്ന ഈ പോണോഗ്രാഫി വ്യവസായത്തെ കുറിച്ച് പഠിച്ചവരെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഈ ചിത്രങ്ങൾ കണ്ട് ഓരോ അമേരിക്കക്കാരനും തോന്നിത്തുടങ്ങുകയാണ് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തു മാത്രമാണ് സ്ത്രീ എന്ന്. തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ സ്ത്രീയും തന്റെ ലൈംഗികദാഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വസ്തു മാത്രമാണ് എന്ന വിചാരം അമേരിക്കൻ പൗരന്മാരുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്നു. അമേരിക്കക്കാർക്കിടയിൽ നടത്തിയ സർവേകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധമായി പുറത്തുവിട്ടത്. അമേരിക്കയിലെ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ബലാത്സംഗത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് നിയമത്തിന്റെ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ കഴിയുമെങ്കിൽ, കോടതികളുടെ മുന്നിലെത്താതെ രക്ഷപ്പെടുമെങ്കിൽ, അതിന്റെ പേരിൽ ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലാത്സംഗത്തിന് താല്പര്യമുണ്ട് എന്നാണ്. ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ സ്ത്രീയെയും കേവലം ഒരു ലൈംഗിക വസ്തു മാത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ സ്ത്രീക്കുമേൽ തങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കുന്നത് ഒരു തെറ്റല്ല എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ലൈംഗിക ദാഹം തീർത്ത് ആ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിലും പുറത്തേക്കിറങ്ങിയാൽ രാഷ്ട്രത്തിന്റെ ക്രിമിനൽ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ബലാത്സംഗത്തിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന മറുപടിയാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും നൽകിയത്. ഇത് ഒരു മാനസികാവസ്ഥയാണ്. പോണോഗ്രാഫി ഇൻഡസ്ട്രി സൃഷ്ടിച്ചുവിട്ട പെണ്ണഗ്നതയുടെ ചിത്രങ്ങളും പല രീതിയിലുള്ള ചലച്ചിത്രങ്ങളും അവരുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആണ്
യഥാർത്ഥത്തിൽ ഈ സർവേ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1980കളോടുകൂടി അമേരിക്കൻ ഗവൺമെന്റ് ഈ പ്രശ്നത്തെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കാൻ തുടങ്ങി. 1986 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ ഈ പോണോഗ്രാഫി ഇൻഡസ്ട്രി അമേരിക്കൻ പൗരന്മാരിൽ സൃഷ്ടിക്കുന്ന ലൈംഗികമായ ആക്രമണ ത്വരയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. അമേരിക്കയിലെ അറ്റോർണി ജനറലിന്റെ നേതൃത്വത്തിൽ നിയമിക്കപ്പെട്ട ആ കമ്മീഷൻ സുദീർഘമായ പഠനങ്ങൾക്ക് ശേഷം 1986 തന്നെ 2000ഓളം പേജ് വരുന്ന ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. ആ പഠന റിപ്പോർട്ടിൽ അമേരിക്കയുടെ അറ്റോർണി ജനറൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, സ്ത്രീ നഗ്നതയുടെ പ്രദർശനം, അത് പ്രദർശിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ, അത് കടന്നുവരുന്ന സിനിമകൾ, അതുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഈ പോണോഗ്രാഫി ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള വെബ്സൈറ്റുകൾ, അതിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന മാഗസിനുകൾ, ജേണലുകൾ, ഇവയെല്ലാമാണ് അമേരിക്കയിൽ ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന അറ്റോർണി ജനറൽ ഡൊണാൾഡ് റീഗന് സമർപ്പിച്ച വളരെ പ്രശസ്തമായ റിപ്പോർട്ടിൽ 1986 പുറത്തു വന്ന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗൗരവതരമായ വിഷയം അതല്ല. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമേരിക്കയിലെ പോണോഗ്രാഫി ഇൻഡസ്ട്രിയുടെ ബുദ്ധിരാക്ഷസന്മാർ ചെയ്തതെന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവിടെയുള്ള സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാസികകളുടെ അസോസിയേഷൻ അമേരിക്കയിലുള്ള ഒരു പബ്ലിക് റിലേഷൻസ് കമ്പനിയെ, ഗ്രേ ആൻഡ് കമ്പനി എന്നറിയപ്പെടുന്ന പബ്ലിക് റിലേഷൻസ് കമ്പനിയെ വൻ തുക കൊടുത്ത് വാടകക്കെടുത്തു. ഡൊണാൾഡ് റീഗൻ നിശ്ചയിച്ച അറ്റോർണി ജനറലിന്റെ കമ്മീഷന് ചെലവായ തുകയുടെ ഇരട്ടി തുക ചെലവഴിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ ഈ പ്രസിദ്ധീകരണങ്ങൾ, സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരുപാട് മാസികകളുടെ അസോസിയേഷൻ ഗ്രേ ആൻഡ് കമ്പനി എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻസ് ഫേമിനെ വാടകക്കെടുക്കുന്നത്. അങ്ങനെ വാടകക്കെടുത്ത ഈ ഗ്രേ ആൻഡ് കമ്പനി എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻസ് ഫേമിനോട് ഇവർ ആവശ്യപ്പെട്ടത് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കണം, ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് എന്ന്. പോണോഗ്രാഫി ഇൻഡസ്ട്രി പുറത്തുവിടുന്ന ചിത്രങ്ങൾ കണ്ടിട്ടാണ് ജനങ്ങൾ ലൈംഗികമായി അക്രമാസക്തരാകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് എന്നും അത് കേവലമായ ഭാവനകളാണ് എന്നും, അമേരിക്കയിൽ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ചിത്രങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നും മീഡിയയെ ഉപയോഗിച്ച് നിങ്ങൾ അമേരിക്കയിലെ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വ്യവസായം അമേരിക്കക്കാരുടെ ജനരോഷത്തിൽ കത്തിച്ചാമ്പലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പബ്ലിക് റിലേഷൻസ് ഫേമിന് അവർ വാടകക്കെടുക്കുന്നതും പിന്നീട് അമേരിക്കൻ മീഡിയയിൽ അതിസമർത്ഥമായി ഈ ആശയങ്ങൾ സമർപ്പിക്കപ്പെടുന്നതുമാണ് നാം കാണുന്നത്. അമേരിക്കൻ മീഡിയയിൽ അറ്റോർണി ജനറലിന്റെ റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന, അത് വ്യാജമാണ് എന്ന് പറയുന്ന, അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് ലേഖനങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുകയും ആ ലേഖനങ്ങൾ അമേരിക്കൻ പൊതുമനസ്സിനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയും പോണോഗ്രാഫി ഇൻഡസ്ട്രിക്കെതിരെ ഉയർന്നു വന്നിരുന്ന ജനവികാരത്തെ താൽക്കാലികമായെങ്കിലും ഊതിക്കെടുത്താൻ അതിന് കഴിയുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യത്തെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ സമൂഹത്തിലെ പുരുഷന്മാരെ ഈ രീതിയിലുള്ള വൈകൃതങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഭീമൻ വ്യവസായ കുത്തകകൾ എത്ര ആസൂത്രിതമായാണ് തങ്ങളുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, അമേരിക്കയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു. അമേരിക്കയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നാം വാചാലരായിരുന്നു. യൂറോപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് നെടുവിശ്വാസങ്ങൾ അയച്ചിരുന്നു. എന്നാൽ നമ്മുടെ കേരളം അമേരിക്കയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ അമേരിക്കയായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണം എന്ന ഓമനപ്പേരിൽ നമ്മളെല്ലാവരും ആഘോഷിച്ചിട്ടുള്ള സാംസ്കാരിക പ്രക്രിയ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അമേരിക്കയെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് എന്ന വസ്തുതയെ ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് കഴിയണം. അമേരിക്കക്കാരന്റെ അതേ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ടെലിവിഷനുകൾ സംപ്രേഷണം ചെയ്യുന്ന സിനിമകളും പരിപാടികളും നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് സ്ത്രീ നഗ്നതയുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പൗരന്മാരിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ കാമപൂർത്തീകരണത്തിനുള്ള കേവലം ഒരു വസ്തു മാത്രമായി
സ്ത്രീയെ മനസ്സിലാക്കുകയും നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ അതിനുപയോഗിക്കാമെന്ന് കരുതുകയും ചെയ്യുന്ന മാനസിക രോഗത്തിലേക്ക് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരടക്കം പരാവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീരെ ശുഭകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലടക്കം പോണോഗ്രാഫി മാഫിയകൾ പ്രവർത്തിക്കുന്നു എന്നും അവർ സെക്സ് ഇൻഡസ്ട്രികൾ നടത്തുന്നു എന്നും അതിനിരകളായ പെൺകുട്ടികൾ കേരളത്തിൽ പോലും ഉണ്ട് എന്നും അവരിൽ പലരുടെയും ആത്മഹത്യാ വാർത്തകൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഞെട്ടലോടുകൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അമേരിക്കയെപ്പോലെ കേരളത്തിലും ബലാത്സംഗങ്ങൾ സർവ്വസാധാരണമാകാൻ പോകുന്ന അവസ്ഥാവിശേഷമാണ് വന്നു ചേരുന്നത്. 2012 വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. 2012 ആദ്യത്തെ 11 മാസക്കാലം കേരളത്തിൽ നടന്ന ബലാത്സംഗങ്ങളുടെ എണ്ണം, കേരളത്തിൽ നടന്ന മാനഭംഗങ്ങളുടെ എണ്ണം 1600 കവിയുമെന്ന വസ്തുത ഞെട്ടലോടുകൂടി നാം മനസ്സിലാക്കണം. 1600-ൽ പരം മാനഭംഗങ്ങളാണ് 2012 ആദ്യത്തെ 11 മാസങ്ങൾക്കിടയിൽ ഈ നമ്മുടെ സാക്ഷര സുന്ദര പ്രബുദ്ധ കേരളത്തിനകത്ത് നടന്നത്. ഇന്ത്യയുടെ കണക്കുകൾ ഏറെയൊന്നും ആശ്വാസകരമല്ല. ഇന്ത്യയിൽ ഓരോ 2 മിനിറ്റിലും സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടാകുന്നു, ഒരു കയ്യേറ്റം ഉണ്ടാകുന്നു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ 2 മിനിറ്റിലും ഒരു കയ്യേറ്റം എന്നത് ഔദ്യോഗികമായ കണക്കാണ്. ഔദ്യോഗികമല്ലാത്ത, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് സംഭവങ്ങൾ, സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. ഇവയെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം നാം മറക്കാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നാം പലപ്പോഴും സ്ത്രീ പീഡനം എന്ന പേരിൽ വ്യവഹരിക്കാറുള്ളത് ബലാത്സംഗത്തെക്കുറിച്ച് മാത്രമാണ്. സ്ത്രീ പീഡനം എന്ന് നാം വിളിക്കാറുള്ളത് മാനഭംഗത്തെക്കുറിച്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുമല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഒരു സ്ത്രീക്ക് നേരെ അന്യായമായി പുരുഷൻ നടത്തുന്ന ലൈംഗിക പ്രചോദിതമായ കയ്യേറ്റങ്ങളെ നാം സ്ത്രീ പീഡനം എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് അത് മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് ഈ വിഷവിത്തുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാനുള്ള ഊർജം നമുക്ക് സംഭരിക്കാൻ കഴിയുക. നമ്മൾ അറിയണം, വ്യഭിചാരം സ്ത്രീ പീഡനമാണ്. വ്യഭിചാരം സ്ത്രീ പീഡനമാണ്. പെണ്ണിന്റെ സമ്മതത്തോടുകൂടി നടക്കുന്ന വ്യഭിചാരം പോലും സ്ത്രീ പീഡനമാണ്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പെണ്ണിന്റെയും ആണിന്റെയും ലൈംഗിക സവിശേഷതകൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് എന്നത് തന്നെ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആനന്ദകരമായ ഒരു പ്രക്രിയയാണ് ലൈംഗിക ബന്ധം. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക പ്രക്രിയ കഴിഞ്ഞ് അവന്റെ ഈ ബന്ധത്തിൽ റോൾ അവസാനിച്ചു. എന്നാൽ പെണ്ണോ, അവൾ പുരുഷന്റെ ബീജം സ്വന്തം വയറ്റിൽ പേറുന്നു. അവിടെ അതൊരു കുഞ്ഞായി വളരുന്നു. അവൾ ഗർഭം ചുമക്കുന്നു, അതിന്റെ വേദനകൾ സഹിക്കുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞിനെ മുലയൂട്ടുന്നു, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പുരുഷനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ നിന്ന് കുറച്ചു സമയത്ത് ആനന്ദം ലഭിക്കുന്നു. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നൈമിഷികമായ ആ പ്രക്രിയയോടുകൂടി എല്ലാം അവസാനിക്കുന്നു. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അവൾക്ക് കുഞ്ഞുണ്ടാവുകയാണ്, ഗർഭമുണ്ടാവുകയാണ്, പ്രസവമുണ്ടാവുകയാണ്, മുലയൂട്ടലുണ്ടാവുകയാണ്. ചോദ്യം, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പെണ്ണിന് തണലായി നിൽക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നതാണ്. സ്ത്രീക്ക് ഗർഭമുണ്ടാകുമ്പോൾ, സ്ത്രീ പ്രസവിക്കുമ്പോൾ, സ്ത്രീ മുലയൂട്ടേണ്ടി വരുമ്പോൾ, സ്ത്രീ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വളർത്തുമ്പോൾ അവൾക്ക് തണലായി, താങ്ങായി അവളുടെ കൂടെ നിന്ന് അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ ഉത്തരവാദിത്തം പുരുഷനാണ് എന്ന്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നതല്ല പുരുഷന്റെ ഉത്തരവാദിത്തം. മറിച്ച് ഒരു സ്ത്രീയുമായി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബന്ധമുണ്ടാകേണ്ടത് ഒരു വിവാഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വിവാഹം വഴി അവൾക്ക് ഉറപ്പ് കൊടുക്കണം, നിന്നെ ഞാൻ സംരക്ഷിക്കും, നിന്നെ ഞാൻ സ്നേഹിക്കും, നിന്നോട് ഞാൻ കരുണ കാണിക്കും, നിന്റെ എല്ലാ പ്രയാസങ്ങളിലും നിനക്ക് താങ്ങും തണലുമായി ഞാൻ കൂടെയുണ്ടാകും എന്ന പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിവാഹത്തോടുകൂടി പെണ്ണിന് താങ്ങ് ലഭിക്കുകയാണ്, തണൽ ലഭിക്കുകയാണ്, പെണ്ണിന് ആശ്വാസം ഉണ്ടാവുകയാണ്. ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികതകൾ തമ്മിൽ പാരസ്പര്യമുണ്ടാവുകയാണ്. എന്നാൽ വ്യഭിചാരത്തിൽ സംഭവിക്കുന്നതെന്ത്? നൈമിഷികമായ ആനന്ദം എന്ന അർത്ഥത്തിൽ പുരുഷൻ അനുഭവിക്കുന്ന ഒരു ആസ്വാദനം. ആസ്വാദനത്തിനപ്പുറത്ത് സ്ത്രീയുടെ പ്രയാസങ്ങളിൽ അവൾക്ക് താങ്ങായി തണലായി കൂടെ നിൽക്കാൻ ഈ പുരുഷനില്ല. അവന്റെ താൽക്കാലികമായ വികാരശമനത്തോടുകൂടി അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളിൽ ഏറ്റവും പ്രസക്തമായ സ്ത്രീ പീഡനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യഭിചാരങ്ങളാണ്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ വലിയ വേശ്യാ തെരുവുകളിൽ പോയി അവിടെ ചെന്ന് വ്യഭിചരിച്ച് തിരിച്ചു പോരുന്ന പുരുഷന്മാരാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്ത്രീ പീഡനം നടത്തുന്നത്. കേവലം ബലപ്രയോഗം വഴി ഉള്ള ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ മാത്രമാണ് സ്ത്രീ പീഡനം എന്ന് കാര്യങ്ങളെ ചുരുക്കിയെഴുതുന്നവർ യഥാർത്ഥത്തിൽ ആത്മവഞ്ചന മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പ്രപഞ്ചനാഥൻ മനുഷ്യരെ പഠിപ്പിച്ചത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ലൈംഗികത വിവാഹം വഴി മാത്രമാകണം. ആ വിവാഹം വഴിയുള്ള ബന്ധത്തിൽ മാത്രമേ പെണ്ണിന് സുരക്ഷ ലഭിക്കുന്നുള്ളൂ, പെണ്ണിന് തണൽ ലഭിക്കുന്നുള്ളൂ. ആ തണൽ പെണ്ണിന് നിഷേധിക്കുന്ന, ആ സുരക്ഷ പെണ്ണിന് നിഷേധിക്കുന്ന ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ഏർപ്പാട് മാത്രമായി ചുരുക്കുന്ന, പുരുഷന്റെ സുഖങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വിവാഹബാഹ്യ ലൈംഗിക ബന്ധങ്ങളെ പരിപൂർണമായി നിഷേധിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം അതാണ്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ വചനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി കേൾപ്പിച്ചു. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വളരെ മോശമായ ഒരു മ്ലേച്ഛവൃത്തിയാണ് എന്ന് ഖുർആൻ മാനവരാശിയെ പഠിപ്പിച്ചു. ആ സന്ദേശത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ശരി ഒരുപക്ഷെ സമൂഹത്തെ ബോധപൂർവം അകറ്റുന്നു എന്ന് പറയുന്നതായിരിക്കും. മലയാളത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകാലികങ്ങൾ നാം ശ്രദ്ധിക്കണം. മാതൃഭൂമി ആഴ്ച പതിപ്പ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നിർവഹിച്ച ഏറ്റവും വലിയ സാംസ്കാരിക ദൗത്യം വ്യഭിചാരം ഒരു തിന്മയല്ല എന്ന് മലയാളികളെ പഠിപ്പിക്കുകയാണ്. വിവാഹത്തിന് പുറത്ത് ലൈംഗികത ആസ്വദിക്കുന്നത് ഒരു തിന്മയല്ല എന്നും, ആണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ ആർക്കും എപ്പോഴും ലൈംഗികതയാകാമെന്നും, അത്തരം ലൈംഗികതകൾ കേരളത്തിൽ വളർന്നു വരണമെന്നും, വിവാഹത്തിന്റെ തടവറയിലിട്ട് ലൈംഗികതയെ ചവിട്ടി ഞെരുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സിദ്ധാന്തിക്കുന്ന ബുദ്ധിജീവികളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഉദാര ലൈംഗികതയുടെ വിഷവിത്തുകൾ നട്ടുവളർത്താൻ പരിശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാതൃഭൂമി ആഴ്ച പതിപ്പ്. കൗതുകകരമായൊരു വഴിത്തിരിവുണ്ട്. കഴിഞ്ഞ ഈ മാസം ജനുവരി 13-ാം തീയതി മാതൃഭൂമി ആഴ്ച പതിപ്പ് പുറത്തിറങ്ങി. ആ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ കവറിന്റെ പുറത്ത് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്. ആഗോളവൽക്കരണം എങ്ങനെയാണ് പെണ്ണിനെ ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന ഒരു വസ്തുവാക്കി ചുരുക്കിക്കളഞ്ഞത്. ഇത് എന്റെ വാചകമല്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ 2013 ജനുവരിയിലക്കം പുറത്തിറങ്ങിയ ആഴ്ചപ്പതിപ്പിന്റെ കവർ പേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. കവറിൽ വലിയ അക്ഷരങ്ങളിൽ ചോദിച്ചിരിക്കുന്നു, ആഗോളവൽക്കരണം പെണ്ണിനെ എങ്ങനെയാണ് ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന ഒരു അസംസ്കൃത വസ്തുവാക്കി തീർത്തത്. ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിക പ്രബോധകർ എത്രയോ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. എത്രയോ കാലമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണിത്. ആഗോളവൽക്കരണത്തിന്റെ സ്ഥലകാലത്തിൽ സ്ത്രീ എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നും, അവരുടെ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് എങ്ങനെയാണ് പുരുഷന്മാരെ മനോരോഗികളാക്കുന്നത് എന്നും, ആ പുരുഷന്മാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾക്ക് മുതിരുന്നത് എന്നും, ഇതിൽ മുതലാളിത്തത്തിനും മീഡിയക്കുമുള്ള പങ്കെന്താണ് എന്നും ഇവിടെ എത്രയോ നാളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയങ്ങളിൽ മുഴുവൻ ഈ ചർച്ചകളുടെ ശത്രുപക്ഷത്ത് നിലനിന്നുകൊണ്ട് ഇല്ല, യഥാർത്ഥത്തിൽ ഇവക്കൊന്നിനും തന്നെ ലൈംഗികമായ അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചൊരാഴ്ച പതിപ്പിന് പോലും ഗത്യന്തരമില്ലാതെ ഈ രീതിയിലുള്ള ആഗോളവൽക്കരണം സൃഷ്ടിച്ച സാമൂഹ്യ പരിസരത്തിന് പെണ്ണിന്റെ ജീവിതം അരക്ഷിതമാക്കി തീർത്തതിൽ വലിയ പങ്കുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള മനസ്സാണ് ഈ സമയത്ത് നല്ല മനുഷ്യർക്ക് മുഴുവനും ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടുകൂടി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വ്യഭിചാരം സ്ത്രീ പീഡനമാണ്. വ്യഭിചാരം മാത്രമല്ല സ്ത്രീ പീഡനം. ഒരു പെണ്ണിന്റെ നഗ്നതയിലേക്ക്, അന്യ സ്ത്രീയുടെ നഗ്നതയിലേക്ക് കണ്ണയക്കുന്നത് സ്ത്രീ പീഡനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ചതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ മുഖത്തേക്ക് പോലും, നഗ്നതയല്ലാത്ത ഭാഗങ്ങളിലേക്ക് പോലും ആവർത്തിച്ചു നോക്കുകയോ തുറിച്ചു നോക്കുകയോ ചെയ്യരുത് എന്ന് പുരുഷന്മാരോട് നിർദ്ദേശിച്ചതായി അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് വലിയ പാഠങ്ങളാണ്. ഇവിടെയുള്ള പുരുഷ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം, പുരുഷന്മാരെ, നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാരിലേക്കല്ലാതെ നിങ്ങളുടെ കണ്ണിന്റെ നോട്ടങ്ങൾ പായരുത്. അത് ഒരന്യ സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കുന്നത് സ്ത്രീ പീഡനമാണ്, വ്യഭിചാരമാണ്. സ്ത്രീ പീഡനം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഏതെങ്കിലും ബസ്സിൽ വെച്ച് ഏതെങ്കിലും പെൺകുട്ടിയെ നാലാൾ കൂടി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിയുന്നതിന്റെ പേര് മാത്രമല്ല സ്ത്രീ പീഡനം. മറിച്ച് ഏതെങ്കിലും സഹോദരിയുടെ ശരീരത്തിലേക്ക് അന്യായമായി കാമാസക്തിയോടുകൂടി കണ്ണുവായിക്കുന്നത് സ്ത്രീ പീഡനമാണ്, വ്യഭിചാരമാണ്. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് താല്പര്യത്തോടുകൂടി ആവർത്തിച്ച് തുറിച്ചു നോക്കുന്നത് പോലും സ്ത്രീ പീഡനമാണ് എന്ന വസ്തുതയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സ്ത്രീ പീഡനത്തെ അതിന്റെ അവസാന ഘട്ടമായ ബലാത്സംഗം മാത്രമായി ചുരുക്കി മനസ്സിലാക്കുന്നവർ